ആതിരപ്പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നമ്മൾ കണ്ടേക്കുന്ന കുറച്ച് മൃഗങ്ങളെന്ന് പറയുന്നത് വാഴശ്ശേരി ഭാഗത്തായിട്ട് കുറച്ച് കുരങ്ങന്മാരെ ഒരു പിടിയാനേനെ നമ്മൾ കണ്ടേക്കുന്നത്. അവിടെ കുറേ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. മുതലേനെ ഫോട്ടോ വെച്ച് സൈൻ ബോർഡൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ആപ്പാടെ കണ്ടേക്കുന്നത് ഇത് മാത്രമാണ്. വാഴച്ചാല ഭാഗത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് വെള്ളത്തിൻ്റെ സൗണ്ടാണ്. ഇതിൻ്റെ കാട്ടിലൂടെ ഇറങ്ങാമെന്ന് വാഴച്ചാലിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ അത്ര സേഫ് ഒന്നുമില്ല. ഉള്ള വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, അത്ര സേഫ് അല്ല. മൃഗങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാടായതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഐഡിയ ഒന്നും നടക്കില്ല. പിന്നെ ആൾക്കാർ ഇറങ്ങാൻ പാകത്തിന് ഇവിടെ ഒരു തൂക്കുപാലം ആക്ടിവിറ്റി സ്പോട്ടായിട്ട് ഒരു പാർക്ക് കയറുന്നത്, അവിടെ കുറച്ച് സേഫാണ്. അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സ് നിറയുന്നൊരു യാത്രയാണ്. നമ്മളൊരു ബ്രേക്കൊക്കെ എടുക്കാനുള്ള രീതിയിൽ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബ്രേക്കൗട്ടായിരിക്കും. പിന്നെ ഇവിടെ താമസിക്കാനാണെങ്കിൽ റിസോർട്ടുകളും കാര്യങ്ങളുണ്ട്. സിൽവർ സ്റ്റോമിൻ്റെ അവിടെ തൊട്ട് നമുക്ക് റിസോർട്ടുകൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് വാഴച്ചാല തുടങ്ങുന്ന സമയത്ത് ഒത്തിരി റിസോർട്ടുകളുണ്ട്. പിന്നെ ആതിരപ്പള്ളി ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് റിസോർട്ടുകൾ. ബാക്കി ഫുള്ള് കാടാണ്. പിന്നെ റിസോർട്ടുകളിൽ എണ്ണം കുറവാണ്. ഇടയ്ക്ക് നിൽക്കുന്നതായിട്ട് കാണാമെന്നുള്ളൂ. ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ വളരെ ബ്രേക്കായിട്ട് വരുന്ന ഒരു യാത്രയായിരിക്കും. ഏറ്റവും കൂടുതലും ഈ വെള്ളത്തിൻ്റെ സൗണ്ടും കാട് ഏരിയയൊക്കെ തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ റിഫ്രഷ് ആക്കുന്നുണ്ട്. Okay, thank you. This is signing off from Marine Travel Blog. Thank you for watching my videos.